കോവിഡിന് ശേഷം ആഗോളതലത്തിൽ മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം കുറഞ്ഞെന്ന് ലോകാരോഗ്യ സംഘടന. 71 വയസ്സും 4 മാസവുമാണ് ഒരു മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം. ആരോഗ്യത്തോടെയുള്ള ജീവിത കാലയളവ് ശരാശരി 61.9 വയസ്സായി. 1.8 ആയുർദൈർഘ്യത്തിൽ രേഖപ്പെടുത്തിയ കുറവ്. ആരോഗ്യത്തോടെയുള്ള ജീവിത കാലയളവ് 1.5% കുറഞ്ഞു. കോവിഡ് വലിയ തിരിച്ചടിയായത് അമേരിക്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമാണ്. കോവിഡ് പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങളെ തുടർന്ന് മരണനിരക്കിലും വലിയ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. കോവിഡിന് ശേഷം മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യത്തിലും ഹെൽത്തി ലൈഫ് എക്സ്പെക്ടൻസിയിലും വലിയ കുറവ് സംഭവിച്ചു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 2019-21 ആഗോളതലത്തിൽ തന്നെ ഒരു മനുഷ്യന്റെ ശരാശരി ആയുർദൈർഘ്യം 1.8% കുറഞ്ഞു. 71 വയസ്സും 4 മാസവുമാണ് ശരാശരി ആയുർദൈർഘ്യം. ഇത് 2012 ശരാശരി ആയുർദൈർഘ്യത്തിന് സമാനമാണ്. അതായത് ഒറ്റയടിക്ക് 10 വർഷം പിന്നിലേക്ക് പോയിരിക്കുന്നു. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ജനനം മുതൽ മരണം വരെ ഒരാൾ എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നതാണ് ശരാശരി ആയുർദൈർഘ്യം സൂചിപ്പിക്കുന്നത്. ഹെൽത്തി ലൈഫ് എക്സ്പെക്ടൻസി എന്നാൽ ആരോഗ്യത്തോടെ ഒരാൾ ജീവിച്ചിരിക്കുന്ന വർഷങ്ങളുടെ ശരാശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഹെൽത്തി ലൈഫ് എക്സ്പെക്ടൻസി അഥവാ ആരോഗ്യത്തോടെയുള്ള ആയുർദൈർഘ്യ ശരാശരി 61.9% കുറഞ്ഞു. 1.5% കുറവ് വന്നത്. അതായത് 1 വർഷവും 5 മാസവും കുറവ് ആയുർദൈർഘ്യമാണ്. കോവിഡ് വലിയ തിരിച്ചടിയായത് അമേരിക്കയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമാണ്. ആയുർദൈർഘ്യത്തിൽ രേഖപ്പെടുത്തിയ കുറവ് 3 വർഷമാണ്. ആരോഗ്യത്തോടെയുള്ള ജീവിത കാലയളവ് 2.5 വർഷമായി കുറഞ്ഞു ആ പ്രദേശങ്ങളിൽ. കോവിഡ് പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങളെ തുടർന്ന് മരണനിരക്കിലും വലിയ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം ഏറ്റവും കൂടുതൽ മരണത്തിന് അക്കാലയളവിൽ കാരണമായി. 2019 74% മരണങ്ങളും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കാരണമാണ്. അതായത് ഹൃദ്രോഗം, മസ്തിഷ്കാഘാതം, ക്യാൻസർ തുടങ്ങിയ പകരാത്ത അസുഖങ്ങൾ, അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. 2030 ആഗോളതലത്തിൽ തന്നെ ആരോഗ്യമേഖലയിൽ സുസ്ഥിര വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിയില്ല എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥനം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ 1950 രാജ്യത്തെ ശരാശരി ആയുർദൈർഘ്യം 35.6 ആയിരുന്നു. 2000 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം ഉയർന്ന് 71 വയസ്സായിരിക്കുന്നു. 2100 ആകുമ്പോൾ അത് 82 വയസ്സിലേക്ക് എത്തുമെന്നാണ് കണക്ക്. ആരോഗ്യമേഖലയിലെ വികസനവും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളും മെച്ചപ്പെട്ട ജീവിത നിലവാരവും എല്ലാം തന്നെ രാജ്യത്തെ ആരോഗ്യ മേഖലയെ പുരോഗതിയിലേക്ക് നയിച്ചു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ആഗോളതലത്തിൽ ഈ കോവിഡ് വ്യാപനം വലിയ നാശനഷ്ടം, അതായത് ഒരു തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.